തൊണ്ടയിൽ കുരുങ്ങിയ എല്ലിൻ കഷ്ണം എടുത്തുമാറ്റി ജീവൻ രക്ഷിച്ച വീട്ടമ്മയുടെ മുന്നിൽ നന്ദി പ്രകടിപ്പിക്കാനെത്തി തെരുവ് നായയുടെ സ്നേഹപ്രകടനം. എല്ലിൻ കഷ്ണം കുരുങ്ങി ജീവന് വേണ്ടി പിടഞ്ഞ തെരുവ് നായയെ ഒടുങ്ങാട് നസീറ എന്ന വീട്ടമ്മ കഴിഞ്ഞ ദിവസമാണ് രക്ഷിച്ചത്. തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സ്ത്രീകളാണ് വലിയ എല്ലിൻ കഷ്ണം തൊണ്ടയിൽ കുരുങ്ങിയ നിലയിൽ തെരുവ് നായയെ കാണുന്നത്. ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് എന്തു പറ്റിയെന്നറിയാൻ നസീറ നായയെ സമീപിച്ചു. ഏറെ ദയനീയാവസ്ഥയിലായ നായ നസീറയ്ക്ക് മുന്നിൽ വാ തുറന്ന് കാണിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ ഇവർ നായയെ അടുത്ത് പിടിച്ച് പരിചരിച്ചു. ചെറിയ മരക്കമ്പ് ഉപയോഗിച്ച് തൊണ്ടയിൽ നിന്ന് എല്ല് ഏറെ പണിപ്പെട്ട് ശ്രദ്ധാപൂർവം നീക്കി. ആശ്വാസത്തിലായ നായ എങ്ങോട്ടോ ഓടിപ്പോയി. പിറ്റേ ദിവസമാണ് നസീറയെ തേടി വീണ്ടും നായ വീട്ടിലേക്ക് എത്തിയത്. ഈ മനോഹര സ്നേഹത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലാണ്. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആദ്യം ബുദ്ധിമുട്ടുകൾ മാറിയ തെരുവ് നായ ഏറെ സ്നേഹത്തോടെ നസീറയുടെ വീട് തേടിയെത്തുന്ന കാഴ്ച കാണാം. പിന്നാലെ തൊണ്ടയിൽ കുരുങ്ങിയ വലിയ എല്ലിൻ കഷ്ണം എടുത്തു മാറ്റി നസീറ എങ്ങനെയാണ് തെരുവ് നായയെ രക്ഷിച്ചതെന്നും കാണാം. നസീറയെ കണ്ടപാടെ നിലത്ത് മുട്ടുകുത്തി കൈകൾ കൂപ്പി നന്ദി പ്രകടിപ്പിച്ചു നായ. കണ്ടുനിന്നവരുടെ എല്ലാം കണ്ണു നനയിച്ച രംഗമായിരുന്നു അതെന്ന് സമീപവാസികളും പറയുന്നു. കൂട്ടുകാരി ഷബാനയാണ് ഈ രംഗം മൊബൈലിൽ ചിത്രീകരിച്ചത്. ശനിയാഴ്ച വൈകിട്ടാണ് നസീറ തൻ്റെ വീടിന് സമീപം അവശനായ തെരുവ് നായയെ കാണുന്നത്. കടിക്കുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും കരുതലോടെ നായയുടെ മുഖം പിടിച്ചുയർത്തി. പക്ഷേ തെരുവ് നായയും അക്രമാസക്തമായില്ല. വായിൽ കുടുങ്ങിയ എല്ലിൻ കഷ്ണം മരക്കമ്പ് ഉപയോഗിച്ച് ഇളക്കി മാറ്റി. നായ പോവുകയും ചെയ്തു. എന്നാൽ ഞായറാഴ്ച വൈകിട്ട് നായ വീണ്ടും ലക്ഷം വീട് കോളനിയിലെത്തി. നസീറ വിളിച്ചപ്പോൾ ഓടി അരികിൽ വന്നു. വാലാട്ടിയും നിലത്തിരുന്നും അദ്ദേഹത്ത് മുട്ടിയുരുമാനൊക്കെ നോക്കിയും സ്നേഹം പ്രകടിപ്പിച്ചു. വൈകാതെ തന്നെ തൻ്റെ ജീവൻ രക്ഷിച്ച നാട്ടുകാരോടൊപ്പം നായ കൂട്ടാവുകയും ചെയ്തു. തെരുവ് നായയുടെ ജീവൻ രക്ഷിച്ചതിന് നസീറയെ തിങ്കളാഴ്ച മിറു ക്യാപ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആദരിച്ചപ്പോൾ ചടങ്ങിന് തെരുവ് നായയും സാക്ഷിയായി. ജീവകാരുണ്യ പ്രവർത്തകൻ താഹിർ പിണങ്ങോട്ട് നസീറയ്ക്ക് ഉപഹാരം നൽകി. PM സുബേർ പൊന്നാടയണിയിച്ചു. വെങ്ങപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ അൻവർ സാദത്ത്, ജാസർ പാലക്കിൽ എന്നിവരും പങ്കെടുത്തു. എന്തായാലും മനുഷ്യർ തമ്മിൽ പോരടിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം സഹജീവികളോടുമൊക്കെ ക്രൂരത കാണിക്കുന്ന ഈ കാലത്ത് സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും എല്ലാം കാഴ്ചയായി മാറുകയാണ് ഈ മനോഹര ദൃശ്യങ്ങൾ.